നമസ്കാരം. നമസ്കാരം. JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടം കൊയ്തിരിക്കുകയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ABVP. അവർ 42 കൗൺസിലർ സീറ്റുകളിൽ 23 എണ്ണവും ABVP നേടിയെന്നാണ് പറയുന്നത്. അതായത് ഇതുവരെ JNUവിന്റെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും നേട്ടം ആരും കൊയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വിജയിച്ചിരിക്കുന്നത് വൈഭവ് മീനയാണ്. 1518 വോട്ടുകളാണ് അവർ നേടിയത്. ABVP കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പം ഇടത് കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ABVP. പ്രധാന CPMന്റെ പല ബുദ്ധിജീവി നേതാക്കളൊക്കെ യെച്ചൂരിയൊക്കെ വളർന്നു വന്ന ക്യാമ്പസ്. ആ ബുദ്ധിജീവി കേന്ദ്രങ്ങൾ ഇപ്പോൾ കാവിക്കോട്ടയായി മാറുന്നതിൻ്റെ ഒരു നല്ലൊരു സന്ദേശമാണോ ഇത് കാണിക്കുന്നത്? അതായത് നമ്മുടെ ഡൽഹി എന്ന് പറയുന്നത് BJPയുടെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി മാത്രമാണ് അവിടെ രണ്ടാമത് കയറി വന്നത്. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായ സ്ഥലമാണ്. അവിടെ CPM എന്ന് പറയുന്നത് 0.1-2% വോട്ട് കിട്ടുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ്. മറ്റു ഇടതുപക്ഷ മുന്നണി എല്ലാവരും കൂടെ 1% വോട്ടാണ് ഡൽഹിയിലെ ഇലക്ഷനിൽ കിട്ടുന്നത്. എന്നാൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കാലാകാലങ്ങളായിട്ട് അവിടെ SFIയോ അല്ലെങ്കിൽ SFIയുടെ സഖ്യകക്ഷികളോ ആണ് വിജയിക്കാറുള്ളത്. അതേസമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ABVP ആണ് വിജയിക്കാറുള്ളത്. അപ്പോൾ അതിൽ മാക്സിമം അപ്പുറത്തേക്ക് വരുന്നത് KSUവിൻ്റെ നാഷണൽ സംഘടന NSU എന്നുള്ള സംഘടനയാണ് ഇതിനകത്ത് ചിലപ്പോൾ പങ്കുവറ്റിയിട്ട് ഇലക്ഷൻ ജയിക്കാറുള്ളത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോൺഗ്രസ് സംഘടനകൾ അതിലുപരി വേറെ സംഘടനകളൊന്നും വിജയിക്കാറില്ല. എന്നാൽ ഇത്തവണ അവിടെ നടന്ന ഇലക്ഷനിൽ എല്ലാ ഇതും പൊട്ടിച്ചുകൊണ്ട് കാലാകാലങ്ങളായി നിന്നിരുന്ന സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് ABVP കൗൺസിലർമാരുടെ രംഗത്തേക്ക് 42 സീറ്റിൽ 23 സീറ്റ് ജയിച്ചു എന്നുള്ളൂ. അതേസമയത്ത് ചെയർമാൻ സ്ഥാനം തുടങ്ങി വൈസ് ചെയർമാൻ തുടങ്ങി മറ്റ് സെക്രട്ടറി തുടങ്ങി മറ്റുള്ള സ്ഥാനങ്ങളിലെല്ലാം തന്നെ ഐസ DSF സഖ്യമാണ് വിജയിച്ചിരിക്കുന്നത്. അതായത് തീവ്ര ഇടതുപക്ഷ സംഘടനകൾ, നെക്സ്ലൈറ്റ് സംഘടനകൾ അടങ്ങുന്ന CPIML അടങ്ങുന്ന അല്ല മാവോയിസ്റ്റുകൾക്ക് താല്പര്യമുള്ള അതോടൊപ്പം ASF അടക്കമുള്ള സംഘടനകൾ SFI വേറിട്ടിട്ടാണ് മത്സരിച്ചത്. SFI ആപ്പാടെ 3 കൗൺസിലർ സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് സ്റ്റുഡൻസ് കൗൺസിലുകളിലേക്ക്. ബാക്കി പ്രമുഖ സ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ സഖ്യമാണ് വിജയിച്ചത്. എന്നാൽ SFI അവിടെ നാമാവശേഷമായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അതായത് DSF സഖ്യം ആണ് മെയിൻ ചെയർമാൻ സ്ഥാനം അടക്കമുള്ള കയറിയപ്പോൾ കൗൺസിലിലേക്ക്, സാധാരണ സ്റ്റുഡൻസ് കൗൺസിലേക്കുള്ള എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. അതിൽ 23 സീറ്റുകൾ BJPയുടെ നേതൃത്വത്തിലുള്ള ABVP നേടിയത് ചരിത്രപരമായ ഒരു നേട്ടം തന്നെയാണെന്ന് പറയാൻ പറ്റും. ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനാണ്. ഇതിലിപ്പോ ABVP തന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് JNUവിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ഒരു ചരിത്രപരമായ മാറ്റം, ഇടതുപക്ഷത്തിന്റെ ചുവന്ന കോട്ട എന്ന് വിളിക്കപ്പെടുന്നതിനെ അത് തകർത്തു എന്നാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ABVPയും കയറാറുണ്ട് അവിടെ. ഈ SFI ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാറില്ല. SFI കൂട്ടുമുന്നണി ഉണ്ടാവുമ്പോഴാണ് വിജയിക്കാറ്. ഇത്തവണ SFI ഒറ്റയ്ക്കായി പോയി. അതാണ് കാര്യം. പിന്നെ SFI എന്ന് പറയുന്ന പ്രസ്ഥാനം ഇങ്ങനെ തകർന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. CPM എന്നുള്ള പ്രസ്ഥാനം തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ 90% ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, ബംഗാൾ, ത്രിപുര തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിൽ, ബീഹാർ തുടങ്ങിയുള്ള സംസ്ഥാനങ്ങൾ ഇടതുപക്ഷവുമായി താല്പര്യമുള്ള ആളുകളുടെ മക്കളാണ് ഇവിടെ നിന്ന് പഠിക്കാറുള്ളത്. അങ്ങനെയാണ് ഇവിടെ SFIക്കും അതേപോലെ ASFനും ഉള്ള സഖ്യങ്ങൾ അവിടെ വിജയിക്കാറ്. എന്നാലിപ്പോൾ SFIയുടെ സ്ഥിതി പറഞ്ഞാൽ ബംഗാൾ തകർന്നു, ത്രിപുര പോയി, മറ്റു സ്റ്റേറ്റുകളൊന്നും മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല. ഇപ്പം കേരളം മാത്രമാണ് തുരുത്തായിട്ടുള്ളത്. ആ തുരുത്തന്റെ സ്ഥിതിയും വളരെ ദയനീയമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ SFIക്ക് കിട്ടിയടി. SFIനെയാണ് ഇവിടെ തകർച്ച വന്നത്. അപ്പം ഇവിടെ ഡൽഹിയിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ വിധത്തിലാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മാറ്റുരയ്ക്കൽ എന്നാണ്
ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ പറ്റി പറയാറുള്ളത്. നമ്മൾ ഇവിടെ ബീഹാറിലെ ഇലക്ഷൻ എടുത്ത് നോക്കിയൊക്കെ അറിയാം. ബീഹാറിലെ ഇലക്ഷനിൽ CPML ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. അവിടെ മുമ്പ് CPIക്ക് ഭയങ്കര ശക്തിയുള്ള സ്ഥലമായിരുന്നു. CPMന് വലിയ ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള RJD ഇവരെല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു മുന്നണി ഉണ്ടാക്കുകയും അവര് കഴിഞ്ഞ തവണ ഭയങ്കരമായി മുന്നേറ്റം നടത്തുകയൊക്കെ ചെയ്യുണ്ടായി. അവിടെ ഈ CPML-നാണ് ശക്തി. 4 സീറ്റുകളിൽ MP ആയിട്ട് അവിടെ CPML വിജയിക്കാൻ കാരണം അതാണ്. അപ്പം ഇതേപോലെയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ CPML-ന്റെ ശക്തിയായിട്ട് മാറുകയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അതേസമയത്ത് SFI അതിൽ അവരുടെ കൂട്ടുമുന്നണി അവരുടെ ASF ഉണ്ടോ? ASF ഉണ്ട്, പിന്നെ ബിർസ അംബേദ്കർ ഫൂലെ സ്റ്റുഡൻസ് അസോസിയേഷൻ BSF. അപ്പൊ ആ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായി എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ സംഘടന SFI ആണ്. പിന്നെ നാഷണൽ ലെവൽ ASF-നും അവിടെ അത്യാവശ്യം ശക്തിയുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് പോലും 3 പേര് സംഘടനകളോട് കൂടി ചേർന്നിട്ട് പോലും ഈ ഐസയുമായിട്ട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഇവർ വിഭജിച്ചത് പോലും അവിടെ പ്രധാന സീറ്റുകൾ കംപ്ലീറ്റ് അവർ കൊണ്ടുപോയി. എന്നാൽ പ്രാദേശികം അതിന്റെ കൗൺസിൽ തെരഞ്ഞെടുപ്പിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചുള്ള കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എഞ്ചിനീയറിംഗ് സീറ്റ്, ലോ സീറ്റ്, അങ്ങനെ ഓരോ ഹിസ്റ്ററി വിഭാഗം, അങ്ങനെ ഓരോ വിഭാഗം ഉണ്ടല്ലോ അവിടെ കോഴ്സുകൾ. ആ കോഴ്സിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇലക്ഷൻ നടന്നപ്പോൾ കൗൺസിലേക്കുള്ള ഇലക്ഷനിൽ വിജയം നേടിയിരിക്കുന്നത് ABP ആണ്. പക്ഷെ ഇത് ഉണ്ടാക്കിയത് SFIയുടെ ധിക്കാരവും അഹങ്കാരവുമാണ്. അവർ വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ 100% സീറ്റുകൾ അവിടെ ഇവർക്ക് നേടാൻ പറ്റുമായിരുന്നു. ഇവര് കേരളത്തിൽ കാണിക്കുന്ന അഹങ്കാരം ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും അവർക്കുണ്ടെന്നുള്ള, അവരാണ് എല്ലാം എന്നുള്ള ധിക്കാരം അഹങ്കാരം തന്നെയാണ് അവിടെ തകർന്നു തരിപ്പണമാൻ SFI തകരാൻ കാരണം എന്ന് തീർത്ത് പറയാൻ പറ്റും. മാത്രമല്ല ഈ JNU എന്ന് പറയുന്ന ക്യാമ്പസ് നമുക്കറിയാം വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് വേദിയാകുന്ന കേന്ദ്രങ്ങളാണ്. പ്രധാനമായിട്ടും ഈ CAA വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ പല വിഷയങ്ങളിലും നമ്മൾ അതൊരു പ്രധാന കേന്ദ്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ആന്റി നാഷണൽ സ്ലോഗൻസ് ഒക്കെ JNU-വിന്റെ പരിസരങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് ഉയർന്നു കേൾക്കാറുണ്ട് എന്ന് ദേശീയവാദികൾ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ദേശീയവാദത്തിന് SFI ഈ JNU ക്യാമ്പസിൽ തന്നെ ഒരു വലിയ സ്വാധീനം ലഭിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. അതായത് ഇടതിന്റെ രാഷ്ട്രീയം മടുത്തു എന്ന് വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലായിരിക്കുന്നു, അല്ലെങ്കിൽ അത് രാജ്യത്തെ ധ്രുവീകരിക്കാനും രാജ്യത്തെ വിഭജിക്കാനും സഹായിക്കുന്നതാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, അവിടെ ഇടതുപക്ഷത്തിന് പാളിച്ച പറ്റിയിട്ടില്ല. അവിടെ ഐസ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനമാണ്. DSF എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ്. അവരാണ് അവിടെ വിജയിച്ചത് പ്രധാനപ്പെട്ട സീറ്റുകളിൽ. അതേസമയത്ത് ഇവർ ഭിന്നിച്ചു നിന്നപ്പോൾ SFI തകർന്നുപോയി, തരിപ്പണമായി, ASF ഇല്ലാതായി. അപ്പൊ അതിന് കാരണക്കാർ അവരാണ്. അതേസമയം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഈ പൗരത്വ ഭേദഗതി ബില്ല് അതുപോലുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ തുടക്കമിടുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അവിടെയുള്ള കുട്ടികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പുറത്തേക്ക് ഡൽഹിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് സമരം വ്യാപിക്കുകയും അത് കത്തിപ്പടരുകയും ഇന്ത്യയിലെല്ലാം കത്തിപ്പടരുകയും ചെയ്യുന്ന ധാരാളം സംഭവം ഉണ്ടായിരുന്നു. അവിടെ പോലീസ് ഏറ്റുമുട്ടലൊക്കെ എത്രയോ തവണ സമയം ഉണ്ടായിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പോലീസ് കടന്നു കയറി അക്രമം നടത്തിയതിന്റെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എല്ലാം നമ്മൾ ഇന്ത്യയിലെ ഒരു പ്രക്ഷോഭത്തിന്റെ, ഇന്ത്യയിലെ എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടോ അതിന്റെ ഒരു പരിച്ഛേദം അവിടെ കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരങ്ങളിൽ നാഷണൽ ആയാലും ഇന്റർനാഷണൽ ആയാലും ഉള്ള സംഭവമായാലും ശരി, അവിടെ അതിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിനെന്തെങ്കിലും പാലിച്ച വന്നതായിട്ട് ഈ ഇലക്ഷൻ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ ABP ജയിച്ചത് ഇവരെ ഭിന്നിപ്പ് കാരണമാണ്. അതിന് കാരണക്കാർ SFI തന്നെയാണ്. SFI ആണ് ഏറ്റവും വലിയ സംഘടന പറയുന്നത്. മറ്റെല്ലാവരും കൂടി ചേരുമ്പോൾ SFI അതിന് കൂടെ ചേർന്നിരുന്നെങ്കിൽ ഇങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഡൽഹിയിൽ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ബുദ്ധിജീവികളുടെ കേന്ദ്രം, ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ കേന്ദ്രം എന്ന് പറഞ്ഞ് JNU-വിനെ ഇങ്ങനെ വളർത്താൻ കാരണം അവിടെ നിന്ന് വന്നിട്ടുള്ള സീതാറാം യെച്ചൂരി ആയിക്കോട്ടെ, പ്രകാശ് കാരാട്ട് ആയിക്കോട്ടെ, അതുപോലെയുള്ള നേതാക്കന്മാർ പിന്നീട് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി മാറി എന്നുള്ളതാണ് സത്യം. കാരണം അത്രയും കഴിവുള്ള, സംഘടനാ കഴിവുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ച CPM-ന് കിട്ടിയ, അത് SFIക്ക് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണെന്ന് പറയാൻ പറ്റും. അതാണ് തിരിച്ചടി.
ഇടതുപക്ഷത്തിന് അടി കിട്ടിയിട്ടില്ല. ഇടതുപക്ഷത്തിന് ആളുകൾ തന്നെ വിജയിച്ചിട്ടുള്ളത്. ഭിന്നിച്ചപ്പോൾ അവിടെ ABP വിജയിച്ചു എന്നുള്ളൂ. അതും ജോയിന്റ് സെക്രട്ടറി മാത്രമേ മെയിൻ സ്ഥാനത്തുള്ള ABP വിജയിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കണം. പക്ഷെ നല്ല രീതിയിലുള്ള വോട്ടുകൾ അവർക്ക് കാൻഡിഡേറ്റുകളും ലഭിച്ചു എന്നുള്ള ഒരു വാസ്തവമാണ്. വാസ്തവമാണല്ലോ. ഒരു 10 വർഷത്തിന് ശേഷമാണ്. അല്ലാതെ ഭിന്നിച്ചപ്പോൾ ഇടതുപക്ഷം ഭിന്നിച്ചപ്പോൾ മാത്രമാണ് ഇങ്ങനെ വിജയം നേടുന്നത്. ഒറ്റക്കെട്ടായി നേടുന്നെങ്കിലോ SFI കൂടി ചേർന്നിരുന്നെങ്കിലോ അവര് ഫുൾ സീറ്റ് നേടുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും സംഭവിച്ച പിഴവുകള് ഇടതുപക്ഷം SFI ഒക്കെ മനസ്സിലാക്കട്ടെ. വലിയൊരു ഒന്നിക്കലിലൂടെ മഹാവിജയവും ഒപ്പം അഹങ്കാരവും ധിക്കാരവും ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കൂടുതൽ സ്വീകാര്യത അവർക്ക് ലഭിക്കുമെന്ന് ഈ വീഴ്ചയിലൂടെ തിരിച്ചറിയട്ടെ. അല്ല, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് SFI ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനങ്ങളുടെയും ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ABP-ന്റെ കുത്തക സ്ഥലവുമായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 2 സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്ര ഭൂപടത്തിൽ എപ്പോഴും സ്ഥാനങ്ങളുള്ള സ്ഥലമാണ്. കാരണം ഇവിടെയാണ് പ്രക്ഷോഭങ്ങളുടെ സ്ഥലം. അതുകൊണ്ട് തന്നെ ഇത് CPM-ന് ഇടതുപക്ഷത്തിന് SFI-ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും.